ഒരു 80, 90, 95 കാലഘട്ടത്തിൽ ഈ പ്രായത്തിലൂടെ ജീവിച്ച് കടന്നു വന്നവരാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ വല്ലാണ്ട് മനസ്സിനെ സ്പർശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഈ ഒരു വീഡിയോ. കാരണം നമ്മൾ കളിച്ച് വളർന്ന ആ പ്രായം നമ്മുടെ കൺമുന്നിലേക്ക് ഒരിക്കൽ കൂടി ഒരു സിനിമയിൽ എന്ന പോലെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ കുട്ടിപ്രായത്തിലേക്ക്. ഇതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. നാട്ടിൻപുറങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ലോകം തന്നെ അന്നത്തെ ആ കാലഘട്ടത്തുണ്ടായിരുന്നു. ഇന്ന് നാട്ടിൻപുറങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. എല്ലാം സിറ്റിയായി മാറി. നോക്കത്താ ദൂരത്തോളം ഒഴിഞ്ഞു കിടന്നിരുന്ന പാടശേഖരങ്ങൾ, വയലുകൾ, കാവുകൾ, സ്കൂൾ ഗ്രൗണ്ടുകൾ എന്ന് വേണ്ട എല്ലാം അന്യം നിന്ന് പോയിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ. ഞായറാഴ്ച അവധി ദിവസങ്ങൾ, പരീക്ഷാ അവധി മാസങ്ങൾ, കൂട്ടുകാരുമൊത്ത് കുളം ചാടാനും നീന്താനും ചട്ടിപ്പന്ത് കളിക്കാനും ഏറുപന്ത് കളിക്കാനും ഫുട്ബോൾ കളിക്കുക, പൂജ്യം വെട്ടി കളിക്കുക, കള്ളനും പോലീസും കളിക്കുക, എന്തെല്ലാം തരം കളികളായിരുന്നു. സൈക്കിള് ചവിട്ടാനുള്ള ആഗ്രഹം എത്രമാത്രം ആഗ്രഹിച്ചിട്ട് വാടകയ്ക്ക് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു സൈക്കിള് പോലും ചവിട്ടിയിരുന്നത്. ഇന്നത്തെ തലമുറ ജനിച്ച് വീഴുമ്പോൾ തന്നെ മുച്ചക്ര സൈക്കിളിലേക്കാണ്. അവിടുന്ന് ഇരുചക്രം, പിന്നെ ബൈക്ക്, കാറ്. ഇന്നിപ്പോ 1, 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ തുടങ്ങും യൂട്യൂബും കാർട്ടൂണും ഗെയിമും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൊബൈലിലോ ടാബിലോ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അവർ ഭക്ഷണം പോലും കഴിക്കൂ എന്നുള്ള അവസ്ഥയിലാണ് വളരുന്നത്. പക്ഷെ അന്ന് നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ വരെ ഈ വക കളികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നേരം പോക്കിന് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണത്തിന്റെ പേര് പോലും നേരമ്പോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുമായിരുന്നു. 50 പൈസക്കും 1 രൂപക്കുമല്ല. അതിനകത്ത് നിറയെ വെള്ളം, ചെറിയ ചെറിയ വട്ടുകൾ. ഓർമ്മയിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും അല്ലേ? ആ ഒരു സാധനത്തിനൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാളുടെ കയ്യിലേ ഉണ്ടാവുള്ളത്. ഒരുത്തൻ തോറ്റിട്ട് മറ്റൊരുത്തൻക്ക് ഇങ്ങനെ കൈമാറി ഇങ്ങനെ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളിപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ കുട്ടിപ്രായത്തിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. മനസ്സും കണ്ണും എല്ലാം.